സങ്കീർത്തനം 116. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എനിക്ക് വേണ്ടി ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവേ, നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ച. ബഥാനിയയിലെ വീട്. 4 രാത്രികളിൽ ഈശോ അന്തി ഉറങ്ങിയ വീട്. കർത്താവിൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസം തേടിയെത്തിയ വീടായകയാൽ അതിനെ ആശ്വാസത്തിൻ്റെ വീട് എന്ന് പറയുന്നു. ബുധനാഴ്ചയെ വിളിക്കുന്നത് നിശബ്ദ ബുധനാഴ്ച എന്നാണ്. കാരണം ഈ ബുധനാഴ്ച ഈശോ എടുത്തു പറയത്തക്ക ഒന്നും ചെയ്തില്ല. ബഥാനിയയിലെ വീട്ടിൽ ഈശോ സ്വകാര്യമായി സ്വസ്ഥമായി ജീവിച്ച ദിവസമായിരുന്നു. കർത്താവിൻ്റെ പ്രവർത്തികൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് പിറ്റേന്നു മുതൽ സംഭവിക്കാനിരിക്കുന്ന വേദനാജനകമായ അവസ്ഥകളിലേക്ക് നിശബ്ദമായി കടന്നുപോയതാവാം. നമുക്ക് ദാനിയേലച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പാപമോചന പ്രാർത്ഥന. ഉള്ളിലെ യൂദാസിനെ, അതായത് ദ്രോഹങ്ങൾ, ഒത്തുതീർപ്പുകൾ, രഹസ്യ പാപങ്ങൾ എന്നിവ കണ്ടെത്തി മാപ്പ് ചോദിക്കുക. യേശുവെ, പണം, അഭിമാനം, സുഖം എന്നിവയെ അങ്ങേ അധികം വിലമതിച്ചതിനാൽ അങ്ങേ ദ്രോഹിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഉള്ളിലെ യൂദാസിനെ അങ്ങ് ഇല്ലാതാക്കണമേ. നിഷ്കളങ്കമായ സ്നേഹത്തിനായുള്ള പ്രാർത്ഥന. മറിയത്തെ പോലെ യേശുവിനോടുള്ള വിശുദ്ധവും ആത്മാർത്ഥവുമായ സ്നേഹത്തിനായി പ്രാർത്ഥിക്കുക. യേശുവെ, ഞാൻ അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കട്ടെ. മറിയം അങ്ങയെ സ്നേഹിച്ചതുപോലെ ഞാനും അങ്ങയെ സ്നേഹിക്കട്ടെ. എൻ്റെ ഹൃദയം പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു.